കാട്ടിലെ തടി തേവരുടെ ആന എന്നൊരു ചൊല്ല് പണ്ട് മുതൽ മലയാളത്തിലുണ്ട്. അതായത് കാട്ടിൽ നിൽക്കുന്ന ആ തടി തേവരുടെ ആന ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചെയ്യാം, ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞൊരവസ്ഥയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പഴഞ്ചൊല്ല്. എന്നാൽ ആ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ കാട്ടിലെ തടികളൊക്കെ വെട്ടി ചില ചാനലുകളൊക്കെ ബന്ധപ്പെട്ട ആളുകൾ മുറിച്ചു കൊണ്ടുപോയി വലിയ കോടീശ്വരന്മാരായി എന്നൊരു കഥ നമ്മൾ അടുത്ത കാലത്ത് കേട്ടതാണ്. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ ഈ വനം കയ്യേറുന്ന ഒരു രീതി പലപ്പോഴും പല ആളുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും മലയോര മേഖലയിൽ നിന്നും മലയോര മേഖലയിലേക്ക് കുടിയേറി പാർത്ത ആളുകളൊക്കെ 5-10 സെൻറ്റുകൾ കുടിയേറി അവരവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന അത്തരത്തിലുള്ള കയ്യേറ്റമല്ല, ഏക്കർ കണക്കിന് സർക്കാർ ഭൂമികൾ കയ്യേറി അവർ സ്വന്തം എസ്റ്റേറ്റുകളാക്കി മാറ്റിയ ചില സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. അതിലൊന്നായിരുന്നു ഏതാണ്ട് 1970-കൾ മുതൽ കേരളം നിയമ പോരാട്ടത്തിലൂടെ കേട്ടറിഞ്ഞ ഹാരിസൺ എസ്റ്റേറ്റ്. ഇതിപ്പോൾ നമ്മുടെ പുതിയ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നിയമ പോരാട്ടത്തിലൂടെ തന്നെ അത് സർക്കാരിൻ്റെ ഭാഗമായി ചേർത്തിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ ഒന്നായി ഇത് എടുത്തു പറയാൻ സാധിക്കും. എന്നാൽ ഇതുപോലെ തന്നെ എത്രയോ ഇടങ്ങളിലാണ് കേരളത്തിൻ്റെ ഭൂമി, സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ അന്യാധീനപ്പെടുത്തി അവരുടെ ഭൂമിയായി വച്ചിരിക്കുന്നത് എന്നുള്ളതും വലിയ വിവാദ വിഷയം തന്നെയാണ്. അതുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഒരു നല്ല തുടക്കം, പുതിയൊരു കാൽവയ്പ്പാണ്. സർക്കാർ ഭൂമി സർക്കാരിന് തന്നെ എന്നുള്ള ഒരു നയത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എങ്ങനെയാണ് ഫവാസ് ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത്? എനിക്കിതിൽ തോന്നിയ ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ വി.ഡി. സതീശൻ സർക്കാർ പല കാര്യങ്ങളും LDF സർക്കാരിന് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് വലിയ തരത്തിലുള്ള പബ്ലിസിറ്റി കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ. ഇപ്പം VS അച്യുതാനന്ദൻ്റെ കാലത്തൊക്കെ ചെറിയ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തരത്തിൽ ഇത് പരസ്യം ചെയ്യും, എന്താ പറയുക, ജനങ്ങളുടെ ഇടയിൽ വലിയ തരത്തിൽ കോളിളക്കം സൃഷ്ടിച്ച് വന്നായിരുന്നത്. അത് ചെറിയ തരത്തിലുള്ള ഭൂമികൾ മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് 100ഓളം ഏക്കർ ഭൂമി പിടിച്ചെടുക്കുമ്പം ഇത്തരത്തിൽ യാതൊരുവിധ പബ്ലിസിറ്റിയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവിടെ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മുഖ്യധാര മാധ്യമങ്ങളും ഇത് വലിയ തരത്തിൽ ചർച്ചയാക്കാതിരുന്നത് എന്നും അറിയില്ല. കാരണം കരിമ്പ് ഉച്ചകളെ വീഴ്ച മൂന്നാർ ഓപ്പറേഷനൊക്കെ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് VSൻ്റെ. അപ്പം ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തരത്തിൽ പബ്ലിസിറ്റി കൊടുക്കുന്ന സർക്കാരായിരുന്നു മുമ്പുണ്ടായിരുന്ന 10 വർഷം നമുക്ക് കണ്ടത്. അന്ന് ഈ പറഞ്ഞ പോലെ ചെറിയ എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിൽ പോലും എല്ലാത്തിലും കൃത്യമായിട്ട് PR വർക്ക് അവർ കൃത്യമായിട്ട് ചെയ്യായിരുന്നു. അത് തന്നെയാണ് ഒരു പരിധി വരെ രണ്ടാം പിണറായി വിജയൻ്റെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചതും ഈ പറഞ്ഞ പോലെ PR വർക്ക് തന്നെയാണ്. അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള 100 ഏക്കർ ഇപ്പോഴത്തെ വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ. ഹാരിസന്റെ കീഴിലുണ്ടായിരുന്ന ഏകദേശം 100ഓളം ഏക്കർ. 1975 മുതലാണ് ഈ സാധനം വലിയ തരത്തിൽ അറിയപ്പെടുന്നതും. പിന്നീട് 87 ആയപ്പോഴേക്ക് കോടതി ഇടപെടുകയും അദ്ദേഹത്തിന് മരം മുറിക്കാൻ വേണ്ടിയിട്ട് കുറേ ഏക്കർ അങ്ങനെ വിട്ടുകൊടുക്കുകയും ബാക്കി വരുന്ന 100 ഏക്കർ സംസ്ഥാന സർക്കാരിനോട് ഏറ്റെടുക്കാൻ അവകാശപ്പെടുകയൊക്കെ ചെയ്തു 87. പക്ഷെ 87 മുതൽ ഇന്ന് വരെ ഇത്തരത്തിലുള്ള ഒരു സർക്കാരും ആ വിഷയത്തിൽ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇക്കാലയളവിലൊക്കെ അവിടെ പലതരത്തിലുള്ള ടൂറിസ്റ്റുകൾ വരികയും അവർക്ക് വേണ്ട ടെൻറ്റുകൾ സ്ഥാപിക്കുകയും അവരായിട്ട് താമസിക്കുകയും ചെയ്യും. അതിൻ്റെ തരത്തിൽ വലിയ തരത്തിൽ സാമ്പത്തിക കൊയ്തെടുത്ത നേതാവ് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ ആൾക്കാരൊക്കെ. അപ്പം എന്തായാലും അത് ഒരു അറുതി വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഈ പറഞ്ഞ പോലെ ഷിബു ബേബി ജോൺ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഒരു കാര്യത്തിന് എന്തായാലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വി.ഡി. സതീശനും ഷിബു ബേബി ജോണും ഇത്തരത്തിൽ അഴിമതി, അല്ലെങ്കിൽ നമുക്ക് സാറിന് ഓർമ്മ ഉണ്ടാവും മുട്ടിൽ മരമുറി കേസൊക്കെ ശരിക്കുണ്ടായതൊക്കെ. അപ്പം ആ വിഷയത്തിലൊക്കെ ഇടപെട്ട ഒരു വിനോദ് കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം ഹൈ റേഞ്ച് CCF ആണ്. അപ്പം ആള് ഈ പറഞ്ഞ പോലെ നേരിട്ട് ഷിബു ബേബി ജോണിനെ പോയി കാണുന്നു, ഈ വിഷയം ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. അപ്പം ഷിബു ബേബി ജോൺ ഇതിന് പച്ചക്കൊടി കാണിക്കുന്നു. നിയമപര കാര്യങ്ങളാണോ അതേപോലെ മൂവ് ചെയ്യണം, അതല്ലാണ്ട് നിയമപര അല്ലാത്തൊരു കാര്യങ്ങളും ചെയ്യണ്ടേ, എങ്ങനെയാണോ നിയമം അനുശാസിക്കുന്നത് അതുപോലെ കോടതി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പൂർണ്ണ അധികാരം കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നേരിട്ട് എസ്റ്റേറ്റിൽ പോകുന്നു, അവിടെ സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്നു. പെട്ടെന്ന് തന്നെ മറ്റു മാധ്യമങ്ങളൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള അളവുകളും ആൾക്കാരുടെ അവിടെ പോകുന്നു, അത് എണ്ണിത്തിട്ടപ്പെടുത്തി സ്ഥലം ഗവൺമെൻറ് ബില്ലാക്കി സീസ് ചെയ്തെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ വളരെ കൃത്യമായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. അപ്പം അദ്ദേഹത്തിൻ്റെ നോക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ വിനോദ് കുമാറിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തന്നെ വളരെ ക്ലിയർ ആണ്. പല മുട്ടിൽ മരമുറി കേസിലൊക്കെ ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ മാധ്യമ ചാനലും അതിൻ്റെ പല ഓണേഴ്സും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കെതിരെ പോലും കൃത്യമായി നിലപാടെടുത്ത ഒരു നേതാവ് കൂടിയാണ്, നേതാവല്ല ഒരു
ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തെ പലപ്പോഴും അറിയപ്പെടുന്നത് പാമ്പ് പിടുത്തക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതിലുപരി അദ്ദേഹം ഈ പറഞ്ഞ പോലെ കൃത്യമായി വനംവകുപ്പിന് വേണ്ടിയിട്ടും വനത്തിന് വേണ്ടിയിട്ടും പല കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത്തരത്തിലുള്ള ഒരാളുടെ കൃത്യമായ മൂവ്മെൻറ്റും അതിന് ഒത്താശ പിടിച്ച അല്ലെങ്കിൽ അതിന് കൂടെ നിന്ന് കൊടുത്ത വനംവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പോലുള്ള നേതാക്കന്മാരുടെ പിൻബലത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വളരെ കൃത്യമാണ്, ഇത്തരത്തിൽ തൻ്റെ ഇടമുള്ള പല ഓഫീസർമാരും ഇന്നും കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് വഴങ്ങിക്കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ സ്ഥലം മാറ്റുമോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് തന്നെ തെറിപ്പിച്ച് കളയുന്നുള്ള പല പേടിയും പല ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇതുവരെ 10 വർഷത്തോളം യാതൊരുവിധ മൂവ്മെൻറ്റും ഈ വിഷയത്തിൽ നിന്നല്ല ഒരു വിഷയത്തിലും ഇല്ലാണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, തീർച്ചയായും ഈ ഇരിക്കുന്ന കസേരയുടെയും അല്ലെങ്കിൽ ഇടുന്ന യൂണിഫോമിനോടും ഒക്കെ ചില ആത്മാർത്ഥതയുള്ള ചുരുക്കം ചില ഉദ്യോഗസ്ഥരുള്ളതിൻ്റെ പേരിലാണ് കേരളം എങ്ങനെയെങ്കിലുമൊക്കെ നിലനിന്ന് പോകുന്നത്, നിയമവാഴ്ച നടപ്പാക്കുന്നത്. യാതൊരു തർക്കമില്ല. പോലീസിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കൂ, ലോകോത്തരമായ പോലീസ് സേനയാണ് കേരളത്തിൻ്റെ എന്ന് പറയുന്നത്. എന്നാൽ അതിൽ ചില പാർശ്വവർത്തികളുണ്ട്. ഇപ്പോൾ മാറി മാറി വരുന്ന ഭരണപക്ഷത്തോടും അതുപോലെ തന്നെ സ്ഥാപിത താല്പര്യങ്ങളൊക്കെ പുലർത്തിപ്പോരുന്ന പല ആളുകളും ആ സേനയ്ക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല അപജയങ്ങളും അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിഷ്പക്ഷമതികളായ ആളുകൾ നീതി നടപ്പാക്കണം, നിയമം നടപ്പാക്കണം, താനിരിക്കുന്ന കസേരയുടെയും ഇട്ടിരിക്കുന്ന യൂണിഫോമിൻ്റെ എല്ലാം മഹത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാർ തന്നെയാണ് ഈ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഈ സാംസ്കാരികമായ ഉന്നമനത്തിന് അല്ലെങ്കിൽ നീതി നിർവഹണത്തിൽ ക്രമസമാധാന പാലനത്തിനൊക്കെ അത് ഗുണകരമായ രീതിയിൽ നമുക്ക് മാറുന്നത്, അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഷിബു ബേബി ജോണിൻ്റെ ഈ ഒരു നീക്കം സതീശൻ സർക്കാരിൻ്റെ തൊപ്പിയിലൊരു പൊന്തൂവൽ തന്നെയായിരിക്കും എന്നുള്ളതിനൊരു സംശയമില്ല. മാത്രമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്തരത്തിൽ ഇതിനു മുമ്പും അദ്ദേഹം വനംവകുപ്പല്ല പല വകുപ്പ് സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടും പല വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ വനംവകുപ്പും അതിൻ്റെ കൂടെ തന്നെ കശുവണ്ടി പിന്നെ ഈ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഈ കൊല്ലത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പല കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് നല്ല ക്ലിയർ ഇമേജാണ് അവിടെ ഉള്ളത്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനും ബേബി ജോൺ സാറും അവിടെ എല്ലാവരും ഷിബു ബേബി ജോൺ സാറേ എന്ന് വിളിക്കാറുള്ളത്. അച്ഛൻ്റെ ആ ഒരു ലെഗസി അതേപോലെ കിട്ടിയ നേതാവ് തന്നെയാണ് അദ്ദേഹം. ഇപ്പം ചവറയിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ. അദ്ദേഹത്തിന്റെ അച്ഛനും അക്കാലത്തിൽ തന്നെ ഇപ്പം മുമ്പ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു, പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരികയും RSP. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര മുന്നണിക്കിൽ പല പ്രശ്നം ഉണ്ടാകുമ്പോഴും കുഞ്ഞാലിക്കുട്ടിയടക്കം നേതാക്കന്മാർ ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാവാതിരിക്കുമ്പോൾ ആ വിഷയത്തിൽ വരെ ഈ ബേബി ജോൺ ഇടപെട്ട നേതാവുന്ന അത്ര വലിയ പിടിപാടുള്ളവരാണ്. അദ്ദേഹത്തിന്റെ മകന് കൂടിയാണ് ഈ പറയപ്പെട്ട പോലെ ഷിബു ബേബി ജോൺ. അപ്പം വളരെ കൃത്യമായ നീക്കം തന്നെ നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയക്കാരനാണ്. അതെ, മുന്നണിക്കുള്ളിൽ തന്നെ ഏത് വിഷയത്തിലും ഇപ്പൊ VD സതീശന്റെ കാര്യത്തിലും കൃത്യമായി VD സതീശന് നിലപാട് സ്വീകരിച്ച നേതാവാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മത്സരിച്ച ജനകീയനായ ആൾ മുഖ്യമന്ത്രി ആവട്ടെ, ആ ഒരു നിലപാട് തന്നെയായിരുന്നു ഷിബു ബേബി ജോണിൻ്റേത്. എന്തായാലും ഇപ്പോൾ ഈ നേരത്തെ ഫവാസ് സൂചിപ്പിച്ചുള്ള കൊല്ലംകാരനായതിൻ്റെ പേരിൽ കശുവണ്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൻ്റെ കശുവണ്ടിയുടെ കേന്ദ്രം കൊല്ലം എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഭരണപരമായ രീതിയിൽ ചില നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ അതിനും ഒരു ആർജവം കാണിക്കണമല്ലോ. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇതിന് മുമ്പുള്ള സർക്കാരിനും ചെയ്യാമായിരുന്നു. കാരണം കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഈ പറയപ്പെട്ട ഏകദേശം 38ഓളം വർഷങ്ങൾ ഒരു സർക്കാർ ഇത് ചെയ്തില്ല എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ പോലെ അതിൻ്റെ പുറകിലൊക്കെ വലിയ വലിയ താല്പര്യങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ വലിയ വലിയ മത മേലധ്യക്ഷന്മാരുടെ ഒക്കെ ബിനാമികൾ വലിയ വലിയ എസ്റ്റേറ്റുകളൊക്കെ കൈവശം വയ്ക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്താമാധ്യമ എന്ന രീതിയിൽ നമുക്കറിയാം, കൃത്യം രേഖകൾ സഹിതം. പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണങ്ങളൊക്കെ ആവശ്യമാണ്. പലതിലും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ പലതും ഇങ്ങനെ സങ്കീർണമായ അവസ്ഥയിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ കിടക്കുന്നുണ്ട്. അതായത് സർക്കാരിൻ്റെ ഏക്കർ കണക്കിന് ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ 100 ഏക്കർ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആ ഭൂമി സർക്കാരിന് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് തീർച്ചയായും.